സംഗീതം എന്ന് പറയുന്നത് പിച്ചളക്കരണ്ടി പോലെയാണെന്ന് പണ്ട് മുതലേ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. അത് മിനുക്കും തോറും ആണ് അതിൻ്റെ തെളിമ, അതിൻ്റെ ചൈതന്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സംഗീതം അഭ്യസിക്കുന്നവർ തീർച്ചയായിട്ടും സാധകം ചെയ്യണം. സാധകം ചെയ്താൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് കുറച്ച് നേരം പാടിക്കഴിഞ്ഞാൽ ഒരു പരിപാടിക്കെങ്കിലും എന്നെ വിളിച്ചിരിക്കും. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഇതിലാണ് നമ്മുടെ മെയിൻ, ഈ സംഗീതത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ മൃദംഗം വായിക്കുന്ന ആളാണെങ്കിൽ ഈ കലയിലാണ് എൻ്റെ ജീവിതം എന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എനിക്ക് പഠിച്ചിട്ടുള്ള വലിയ അറിവൊന്നുമില്ല. എൻ്റെ ഉള്ളത് കൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന രീതിയിലാണ്. അത് എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. പലരും പറയും അത് അങ്ങനെയല്ല സംഗതി, അത് ഇങ്ങനെയല്ല സംഗതി, ഇതൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇളയരാജ സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 7 സ്വരങ്ങളേ ഉള്ളൂ. സരിഗമ പദ നീ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു സ്വരം കണ്ടുപിടിക്കാനായിട്ട് ഒരു മഹാനും സാധിച്ചിട്ടില്ല. പ്ലീ എന്ന് പറഞ്ഞിട്ടൊരു സ്വരം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്വരത്തിൽ നിന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പാടിയിട്ടുള്ളത്, പാടിക്കൊണ്ടിരിക്കുന്നതും. അതിനപ്പുറത്ത് അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. ആ ശബ്ദം സുഖമായിട്ട് സൂക്ഷിക്കുക. ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ശ്രമിക്കുക. എൻ്റെ അറിവിൻ്റെ ഭണ്ഡാകാരം മുഴുവൻ അവൻ്റെ തലയിലേക്ക് ചൊരിഞ്ഞിടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ എന്താണ് ആവശ്യമുള്ളവൻ ആവശ്യമുള്ളത് കൊടുത്താൽ നമുക്ക് ഒത്തിരി പരിപാടികൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ശ്രമം ഒരിക്കലും കുറയ്ക്കരുത്. സാധകം ചെയ്യേണ്ടത് സാധകം തന്നെ ചെയ്യണം. എത്രത്തോളം സാധകം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ശബ്ദം നന്നാവും, നമുക്കുള്ള അറിവ് വർദ്ധിക്കും, കൂടുതൽ പഠിക്കണമെന്ന് തോന്നും.